മനസ്സിന് ഒരു സുഖവുമില്ല, ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പരാതിയാണിത്. നമ്മളും എത്ര തവണ ഇത് പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് പറയാത്തവരായി ആരും ഉണ്ടാവില്ല. ഉണ്ണാനില്ലാഞ്ഞിട്ടോ ഉടുക്കാനില്ലാഞ്ഞിട്ടോ അല്ല ഈ പരിഭവം. വീടും കുടിയും ഇല്ലാഞ്ഞിട്ടുമല്ല. ജോലി കിട്ടാത്തതോ രോഗം ബാധിച്ചതോ അല്ല കാരണം. ഇവിടെ മനസ്സിനാണ് സുഖമില്ലാത്തത്. മനസ്സിനല്ലല്ലോ ഭക്ഷണവും വസ്ത്രവും മറ്റും വേണ്ടത്. അപ്പോൾ അതിൻ്റെ കാരണവും മനസ്സിനോട് തന്നെ ചോദിക്കണം. അപ്പോൾ കിട്ടുന്നു ഉത്തരം. ആശിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. മഹാകവി കുമാരനാശാൻ പാടിയതുപോലെ കരുതുന്നത് ചെയ്യാൻ കഴിയുന്നില്ല, ചെയ്യാൻ കഴിയുന്നത് കരുതാനും പറ്റുന്നില്ല. അതായത് ആശയാണ് പ്രശ്നം. മനസ്സിനെ ചുറ്റി വരിഞ്ഞിട്ടുള്ളത് മോഹത്തിന്റെ കിനാവള്ളിയാണ് എന്ന് സാരം. അപ്പോൾ പിന്നെ ജീവിതത്തിൽ ആശ വേണ്ടേ? മോഹങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കും? മോഹങ്ങൾ അവസാന നിമിഷം വരെ എന്നല്ലേ പാട്ട്. മോഹം മതി, അതിമോഹം വേണ്ട. അതുതന്നെയാണ് ശ്രീബുദ്ധൻ മുതൽ മഹാത്മാഗാന്ധി വരെയുള്ളവർ പറഞ്ഞിട്ടുള്ളതും. ലോകം ദുഃഖമയമാണ്. എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള കാരണം മോഹമാണ്. മോഹങ്ങളില്ലെങ്കിൽ ദുഃഖങ്ങളുമില്ല. ഇതാണ് ബുദ്ധമതം. ഗാന്ധിജി അത് കുറച്ചുകൂടി വിശാലമാക്കി. മനുഷ്യരുടെ ആവശ്യത്തിനുള്ളത് ഈ ഭൂമിയിലുണ്ട്, എന്നാൽ അത്യാഗ്രഹത്തിനുള്ളത് ഒരാൾക്ക് പോലും തികയില്ല. മോഹങ്ങൾ കുതിരകളായിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ ഞാൻ എത്തിയേനെ എന്ന് പറഞ്ഞത് ആരായാലും അതിമോഹം തന്നെ. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം ബാക്കി നിൽക്കുന്നു. എവിടെ അവസാനിപ്പിക്കും ആ യാത്ര? ജീവിത വിജയത്തിന് മോഹങ്ങളെ മെരുക്കണം. എന്നാലേ മനസ്സിന് സമാധാനമുണ്ടാവൂ. അപ്പോഴേ നമുക്ക് സ്വസ്ഥത ലഭിക്കുകയുള്ളൂ. ഇനി മോഹങ്ങളെ എങ്ങനെ മെരുക്കും? ആ കുതിരകളുടെ കടിഞ്ഞാൺ എവിടെയാണ്? മോഹങ്ങളെ മെരുക്കണമെങ്കിൽ ആദ്യം മോഹങ്ങൾക്കും അതിമോഹങ്ങൾക്കുമിടയിൽ ഒരു വേലി കെട്ടണം. മനസ്സാവുന്ന കുതിര ആ വേലി ചാടാതെ നോക്കണം. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ആ വേലി ആര് കെട്ടും? അതിൻ്റെ അതിര് ആര് നിശ്ചയിക്കും? സംശയം വേണ്ട, നമ്മൾ തന്നെ. മറ്റൊരാൾ നമ്മുടെ മണ്ണിൽ കെട്ടുന്ന വേലിക്ക് അധികം ആയുസ്സുണ്ടാവില്ല. മണ്ണ് നമ്മുടേതും വേലി മറ്റൊരാളുടേതുമാവുമ്പോൾ അത് തികച്ചും സ്വാഭാവികം. ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണല്ലോ നമുക്ക് ഏറെ താല്പര്യം. മോഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കണമെങ്കിൽ ആദ്യം നാം നമ്മുടെ പരിധി അറിയണം. അത് മാത്രം പോരാ, നമ്മുടെ പരിമിതികളും നാം അറിയണം. അതിന് ആദ്യം വേണ്ടത് നാം നമ്മെ തന്നെ അറിയുകയാണ്. നമ്മുടെ കഴിവുകളും കഴിവുകേടുകളും എന്തൊക്കെയാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മോഹങ്ങളുടെ പരിധിയും പരിമിതികളും. മണ്ണിന്റെ വിസ്തൃതിയും വളക്കൂറും അറിയാതെ കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി കാര്യം എളുപ്പമാണ്. മനസ്സിന്റെ ചൂണ്ടയിൽ കൊത്തുന്ന മോഹങ്ങളാകുന്ന മീനുകളെ നോക്കുക. അവ നമ്മുടെ ചൂണ്ടലിന് പറ്റുമോ, അതോ നമ്മെയും കൊണ്ടുപോകുന്ന സൈസാണോ എന്നും ശ്രദ്ധിക്കുക. ചൂണ്ടയിൽ ഒതുങ്ങാത്ത മീനാണെങ്കിൽ അപ്പോൾ തന്നെ വിട്ടേക്കുക. കുടയിൽ ഒതുങ്ങാത്ത വടി കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോഴൊക്കെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. കൊതിച്ചതെല്ലാം കിട്ടണമെന്നില്ല, കിട്ടിയതൊക്കെ കൊതിച്ചതാകണം എന്നുമില്ല. അപ്പോൾ പിന്നെ നല്ലത് കിട്ടിയതെല്ലാം കൊതിച്ചതാണെന്ന് വിചാരിക്കുന്നതല്ലേ? അതല്ലേ മനസ്സിന്റെ ആരോഗ്യത്തിന് നല്ലത്? വെറുതെ എന്നറിഞ്ഞിട്ടും മോഹിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കിട്ടിയത് മോഹിച്ചതാണല്ലോ എന്ന് മോഹിക്കുന്നത്?